കണ്ണൂരിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ വിഭവമായ മടക്ക് പത്തലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതൊരു പാർട്ടി സ്പെഷ്യൽ ഐറ്റമാണ്. മുട്ടമാലിയും പനിനീർ പെട്ടിയൊക്കെ പോലെ പാർട്ടിക്ക് വിളമ്പുന്ന ഒരു ഐറ്റമാണിത്. ഷുഗർ സിറപ്പ് ചേർത്തിട്ടാണ് ഇത് കഴിക്കാറുള്ളത്. കുറേ ലെയറുകളായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഈ മടക്ക് പത്തൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. ഈ പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കുറുക്കിയെടുക്കാം. കൂടുതൽ കട്ടിയാവരുത്. ഒറ്റനൂൽ പരുവത്തിലാണ് ഈ ഷുഗർ സിറപ്പ് ഇരിക്കേണ്ടത്. പഞ്ചസാരയും വെള്ളവും കൂടി നന്നായിട്ട് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാര ഇവിടെ കട്ടിയായി വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ പരുവം എത്രയുണ്ടെന്ന് നോക്കാം. ഒറ്റനൂൽ പരുവത്തിൽ വേണം ഇത് എടുക്കാൻ. വിരലിൽ അല്പം ഒന്ന് തൊട്ടിട്ട് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു നൂൽ പരുവത്തിൽ ഇങ്ങനെ വരുന്നത്. ഈ ഒറ്റനൂൽ പരുവത്തിലുള്ള ഈ സമയത്ത് നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് മടക്ക് പത്തലിനുള്ള മാവ് കുഴച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കാം. ഈ മൈദയിലേക്ക് ആവശ്യമുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ വരെ ഉപ്പ് മതിയാവും. ഇതിലേക്ക് ഇനി 2 മുട്ട ചേർക്കാം. 2 കപ്പ് മൈദയ്ക്ക് 2 മുട്ടയാണ് ചേർക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് കുഴച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം എടുക്കണം. 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മുട്ടയും മൈദയും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. വെള്ളം മുഴുവൻ ഒന്നിച്ച് ചേർക്കണ്ട, നോക്കിയിട്ട് ചേർത്താൽ മതി. ഇതിപ്പോൾ ഈ 2 കപ്പ് മൈദക്ക് 1/2 കപ്പ് വെള്ളവും 2 മുട്ടയും കൂടി ഉണ്ടായാൽ പാകത്തിനുള്ള അളവാണ്. കുഴച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇത് കൂടുതൽ കട്ടിയായിട്ട് കുഴച്ചെടുക്കരുത്. കട്ടി കൂടിക്കഴിഞ്ഞാൽ മടക്ക് പത്തൽ ഉണ്ടാക്കി കഴിഞ്ഞാലും ഭയങ്കര ഹാർഡായിരിക്കും. അല്പം ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിലിട്ട് നല്ല മയത്തിൽ ഇത് നമുക്ക് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റാം. എന്ന് വെച്ചാൽ ഒരു പൂരിയുടെ അത്രയും വലുപ്പത്തിലുള്ള, ഒരു വലിയ പൂരിയുടെ അത്രയും വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. വലിയ മടക്ക് പത്തലാണ് വേണ്ടതെങ്കിൽ ഒരു ചപ്പാത്തിയുടെ അത്രയൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ചെറിയ ചെറിയ മടക്ക് പത്തലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഉരുട്ടി വെച്ച ബോൾസിൽ നിന്നും ഒരെണ്ണം എടുത്ത് നമുക്ക് നേരിയതായിട്ട് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തുന്നത് പോലെ അതിനേക്കാളും നേരിയതായിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. നല്ല നേരിയതായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നെയ്യ് പുരട്ടി കൊടുക്കണം. ചപ്പാത്തിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് നെയ്യ് പുരട്ടുക. അതിനുശേഷം നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ഞാൻ ഈ കാണിക്കുന്നത് പോലെ ആദ്യം 2 സൈഡിൽ നിന്നും പിടിച്ച് ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും അല്പം നെയ്യ് പുരട്ടി കൊടുക്കാം. മടക്കിയ ഭാഗത്ത് നെയ്യ് പുരട്ടിയതിന് ശേഷം വീണ്ടും നമുക്കിത് 2 ഭാഗത്തു നിന്നും മടക്കിയെടുക്കാം. ഇതൊരു ബോക്സ് പോലെ മടക്കിയെടുക്കണം. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിൽ അല്പം നെയ്യ് പുരട്ടി കൊടുക്കാം. ഇങ്ങനെ നെയ്യ് പുരട്ടുന്നത് നമുക്ക് നല്ല ലെയറുകളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെയ്യ് പുരട്ടാതെ നമ്മൾ മടക്കി കഴിഞ്ഞാൽ നമുക്ക് ലെയറുകളായിട്ട് കിട്ടില്ല. ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബോക്സ് ആക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് മുഴുവൻ മാവും മാറ്റിയെടുക്കാം. നെയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും പുരട്ടാം, അതല്ലെങ്കിൽ ഓയിലും പുരട്ടാം. പക്ഷേ ഓയിൽ പുരട്ടി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ ഡാൽഡയോ ആണെങ്കിലും കുഴപ്പമില്ല. മുഴുവൻ ബോൾസും നമുക്കിതുപോലെ പരത്തിയെടുത്ത് ബോക്സുകളാക്കിയിട്ട് മാറ്റാം. മുഴുവൻ ബോൾസും ഇങ്ങനെ പരത്തി ബോക്സാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്.
നമുക്കിനി ഇത് ഓരോന്നും എടുത്ത് രണ്ടെണ്ണമായിട്ട് കട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ മടക്ക് പത്തലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ മടക്ക് പത്തലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കട്ട് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. മാത്രമല്ല ചെറിയ മടക്ക് പത്തലാണ് കാണാൻ ഭംഗി, പാർട്ടികൾക്കൊക്കെ വെച്ച് കൊടുക്കാനും അതാണ് നല്ലത്. മുഴുവൻ ബോക്സ് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത ബോക്സിൽ നിന്നും നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് വീണ്ടും പരത്തിയെടുക്കണം. ആദ്യം ഒരെണ്ണം എടുത്ത് നമുക്ക് പരത്താം. ആവശ്യത്തിന് പൊടി ചേർത്തിട്ട് പരത്തിയെടുക്കാം. ഈ ബോക്സിൻ്റെ ഷേപ്പിൽ തന്നെ, അതായത് സ്ക്വയർ ഷേപ്പിൽ തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ 4 മൂലയും ഇതുപോലെ ഒന്ന് പുറത്തോട്ടേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിലൊന്ന് പരത്തിയെടുക്കണം. 4 സൈഡിലുള്ള മൂലയും ഇതുപോലെ പുറത്തേക്ക് പരത്തിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഓരോ മൂലയും ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കാം. നാല് ഭാഗത്തുനിന്നും പിടിച്ച് ഇതുപോലെ മടക്കിയെടുത്ത് വീണ്ടും ഒരു സ്ക്വയർ ബോക്സ് പോലെ ആക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിത് തിരിച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. കൂടുതൽ പരത്തരുത്. നമ്മൾ മടക്കി വെച്ച ഭാഗം ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ നമുക്കൊരു ബോക്സ് കിട്ടും പരത്തി കഴിയുമ്പോൾ. നമ്മൾ മടക്കി വെച്ച ഭാഗം ഇതിൻ്റെ അടിഭാഗത്താണ് ഇരിക്കുന്നത്. നമ്മൾ മടക്കി വെച്ച ആ ഭാഗം കൂടുതൽ ഒട്ടിപ്പിടിച്ച് കാണാതാവരുത്. അത് നമുക്ക് ഇങ്ങനെ ലെയറായിട്ട് തന്നെ കാണാൻ പറ്റണം നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുഴുവൻ ബോക്സും നമുക്കിതുപോലെ പരത്തി മടക്കിയെടുക്കാം. ഇങ്ങനെ മടക്കി മടക്കി പരത്തിയെടുക്കുന്ന പത്തലായതുകൊണ്ടായിരിക്കാം ഇതിന് മടക്ക് പത്തൽ എന്ന് പറയുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ 4 സൈഡിലുള്ള മൂലയും പുറത്തോട്ടേക്കൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ആ 4 ഭാഗവും പിടിച്ച് നമുക്ക് സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. വീണ്ടും തിരിച്ചു വെച്ചൊന്ന് പരത്താം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മടക്കി വെച്ച ഭാഗം ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടി മാത്രം ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഇത് വളരെ നേരിയതായിട്ടുള്ള ഒരു പത്തലല്ല, ഇത് അല്പം തടിയോട് കൂടിയിട്ടുള്ളതാണ് ഈ മടക്ക് പത്തൽ. അതുകൊണ്ട് കൂടുതൽ നേർപ്പിക്കണ്ട. മടക്കി വെച്ച ഭാഗം ഇതുപോലെയാണ് ഉണ്ടാവുക. മടക്ക് പത്തൽ മുഴുവനായിട്ട് ഇവിടെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. നല്ല സ്ക്വയർ ഷേപ്പിലുള്ള ബോക്സുകളാക്കിയിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ അത്രയും എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് മടക്ക് പത്തൽ ഇതിലേക്കിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ മടക്കി വെച്ച ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല ലെയറുകളായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗവും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇടാം. നല്ല ലെയറുകളായിട്ടാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് മുഴുവൻ മടക്ക് പത്തലും ഫ്രൈ ചെയ്തെടുക്കാം. മടക്ക് പത്തൽ മുഴുവനും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ലെയറുകളായിട്ടാണ് ഇത് ഇരിക്കുന്നത്. നമുക്കിനി ഇത് മുട്ടയിൽ മുക്കിയിട്ട് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് 1/4 ടീസ്പൂൺ വരെ ഏലക്കായ്പ്പൊടി ചേർക്കാം. മുട്ടയും ഏലക്കായ്പ്പൊടിയും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വരെ നെയ്യ് ഒഴിച്ചാൽ മതി. നമ്മളിത് ഫ്രഞ്ച് ടോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെയാണ് ഈ മടക്ക് പത്തലിന് ഫ്രൈ ചെയ്യേണ്ടത്. 2-3 ടീസ്പൂൺ വരെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മടക്ക് പത്തൽ ഓരോന്നുമായിട്ട് നമ്മളിപ്പോൾ ബീറ്റ് ചെയ്തെടുത്ത മുട്ടയിലേക്ക് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. മുട്ട നന്നായിട്ട് മുങ്ങണം, എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ മടക്ക് പത്തൽ.
നന്നായിട്ട് മുട്ടയിൽ മുക്കിയതിന് ശേഷം നമുക്കിത് ഫ്രൈങ് പാനിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ സമയം ഇത് ഫ്രൈ ചെയ്യൊന്നും വേണ്ട. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന മുട്ട 2 സൈഡിൽ നിന്നും ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. കൂടുതൽ മൊരിഞ്ഞു കഴിഞ്ഞാൽ മടക്ക് പത്തൽ ഹാർഡായി പോവും. ഒരു ഭാഗത്തെ മുട്ട വെന്ത് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നല്ലോണം മുട്ടയിൽ മുക്കിക്കഴിഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ ഇത് ഹാർഡായി പോവും. അതുകൊണ്ട് നന്നായിട്ട് മുട്ടയിൽ മുക്കിയെടുക്കുക. 2 സൈഡും ഒന്ന് നന്നായിട്ട് വേവിച്ചതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇതിൻ്റെ 2 സൈഡും വെന്തിട്ടുണ്ട്. ഇതിൽ ചേർത്തിരിക്കുന്ന മുട്ട വെന്തിട്ടുണ്ട്. മുട്ട ഒന്ന് വെന്താൽ മാത്രം മതി. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് മുഴുവൻ മടക്ക് പത്തലും ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യാം. അങ്ങനെ മടക്ക് പത്തൽ മുഴുവനായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പ് ഇതിലേക്ക് ചേർക്കണം. ഈ ഷുഗർ സിറപ്പിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായ് പൊടിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരൊക്കെ ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇതിലൊന്നും ചേർത്തിട്ടില്ല. കാരണം നമ്മൾ മടക്ക് പത്തൽ ഫ്രൈ ചെയ്ത മുട്ടയിൽ ഏലക്കായ് പൊടി ചേർത്തിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ഷുഗർ സിറപ്പിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഷുഗർ സിറപ്പ് ഓരോ മടക്ക് പത്തലിൻ്റെ ഇടയിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഓരോന്നിൻ്റെ ഇടയിലും നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ ഷുഗർ സിറപ്പിൽ ഇത് നന്നായിട്ട് മുങ്ങിക്കിടന്ന് ഷുഗർ സിറപ്പ് നന്നായി കുടിക്കണം, എന്നാൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മുകളിലും ചുറ്റുമൊക്കെ നമുക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാർട്ടിക്കൊക്കെ മടക്ക് പത്തൽ വിളമ്പുന്നത് ഇങ്ങനെയാണ്. ഒരു പ്ലേറ്റിൽ 2-3 മടക്ക് പത്തൽ വെച്ചതിന് ശേഷം അതിൻ്റെ ഇടയിലും മുകളിലൊക്കെ ആയിട്ട് ഇതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഷുഗർ സിറപ്പും ചേർത്തിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ മടക്ക് പത്തൽ ഷുഗർ സിറപ്പും കൂടി ചേർത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക്